അപ്പം നമ്മൾ ഭുവ ഡാമിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഡാമിൻ്റെ സൂപ്പർ ബ്യൂട്ടിയിലേക്ക് നമ്മൾ കിടക്കുന്നു. അപ്പോൾ ഞാനൊരു കണ്ട അവരവിടെ കളിക്കുന്നുണ്ട. അപ്പോൾ നമ്മൾ ഈ ഡാമിൽ ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് തന്നെ ടൂറിസ്റ്റ് കുഴപ്പമില്ല, ഒരു സേഫ് സോണിൽ നടക്കാം. പക്ഷേ വെള്ളം ഉള്ളപ്പോൾ എൻജോയ് ചെയ്യുന്ന സംഭവങ്ങളൊന്നും ഇപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ വെള്ളം ഉള്ളപ്പോഴാണ് ഇതിൽ നിന്ന് വെള്ളം തുറന്നിട്ട് നമ്മൾ ഒരു നടവഴിയിലൂടെ ഇറങ്ങി പാറക്കെട്ടുകളിലൂടെ ഇറങ്ങി നേരെ പോയി ചെല്ലുന്ന ഒരു സ്ഥലമുണ്ട്. ഭയങ്കര രസമാണ് സ്ഥലം കാണാനായിട്ടത്. നമ്മുടെ എപ്പിസോഡുകൾ എടുത്ത് നോക്കിയാൽ അതിനകത്ത് ഉണ്ടാവും. പിന്നെ ഇതാണ് ഡാമിൻ്റെ മനോഹാരിത. അതിനു മുമ്പായിട്ടൊരു സംഭവം കാണിച്ചത്, നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ ആയിട്ടുള്ള സ്ഥലമൊക്കെയുണ്ട്. ഡാമിൻ്റെ സൈഡിൽ പാർക്കെട്ടുകൾ, ചെറിയ പാർക്കെട്ടുകളൊക്കെ ഉണ്ടാവും. ഇവിടേക്ക് ഇരിക്കാം, ഇങ്ങനെ കഥകളൊക്കെ പറയാം. ഇങ്ങനെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ചെറിയ ഒരു വാച്ച് ടവർ ഉണ്ട് ഡാമിൻ്റെ അവിടെ. അങ്ങനെ അത് കഴിഞ്ഞ് പോയാൽ നേരെ നമ്മൾ റോഡിൽ വെച്ച് കണ്ടില്ലേ, പൂനെ റോഡിൽ വെച്ച് കണ്ടില്ലേ, ആ മലയുടെ ഇങ്ങേ സൈഡാണിത്. നമ്മൾ അങ്ങേ സൈഡിലൂടെയാണ് ട്രാവൽ ചെയ്തത്. നേരെ അത് കഴിഞ്ഞ് നേരെ പോയാൽ എന്തോ ഗസ്റ്റ് ഹൗസോ അങ്ങനെ എന്തോ ഉണ്ട്. ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് രസമായിരിക്കും, താമസിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ കണ്ടോ, ഇവിടുത്തെ മലകളും നമ്മുടെ നാട്ടിലെ മലകളും തമ്മിൽ കുറേ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ ബ്യൂട്ടിയിൽ. ഇതൊരു പ്രത്യേക രസമാണ് ഇവിടുത്തെ മലകൾ. കാരണം കുറേ എന്താ പറയുക, മൊട്ടക്കുന്നുകൾ പോലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ അവിടെ നിന്ന് ഒരു സാധനം കണ്ടിരുന്നത്, ഇതൊരു പുല്ലാണ് ആ ഏരിയ മുഴുവൻ. നമ്മൾ പോകുന്ന വഴിക്ക് ആ പുല്ലിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ, പറ്റുന്നില്ല. ഇങ്ങനെ പല സ്ഥലങ്ങളിലുണ്ട്. ഈ മാർക്കറ്റിൽ യെല്ലോ കളർ, അത് ഒരുതരം പുല്ലാണ് മുഴുവനും. അങ്ങനെ നമ്മൾ കാനന ഭംഗിയിലൂടെ ആസ്വദിച്ച് വരുമ്പോൾ നമ്മൾ ആദ്യം ലവന്മാർ കളിച്ച സ്ഥലം, അടുത്തൊരു ഫ്രെയിം, നല്ല രസമുള്ള ഫ്രെയിമാണ്. പിന്നെ നമ്മൾ അതിൻ്റെ തൊട്ട് പ്രതിക്ക് നീക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഹരിത ഭംഗിയാണ് ഈ ഏരിയ മുഴുവൻ. ഭയങ്കര രസമുള്ള ഹരിത ഭംഗിയാണ് ആ ഏരിയ മുഴുവൻ. അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തൊരു പുൽമേടുണ്ട്, ഒരു പുൽമേടാണത്. ആ പുൽമേടിൻ്റെ മുകളിലേക്ക് കയറി നോക്കി, നല്ല രസമുള്ളൊരു സ്ഥലം കണ്ടോ. അത് കാണാൻ പറ്റിയില്ലല്ലോ, അത് ഞാൻ കാണിച്ചു തരാം. അത് കുറച്ച് അപ്പുറത്തേക്ക് നിന്നാലേ കാണാൻ പറ്റുള്ളൂ. എന്താ ഒരു രസമുള്ള സ്ഥലം കണ്ടോ. പിന്നെ നമ്മൾ ഡാമിൻ്റെ അടുത്തേക്ക് വന്ന ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, വർത്തമാനം പറയുന്നുണ്ട്. പിന്നെ രസകരമായുള്ള സ്ഥലങ്ങളിൽ അപ്പുറത്തേക്ക് മുകളിലേക്ക് പോയി. സൂര്യൻ എപ്പോഴും എൻ്റെ വീക്ക്നെസ്സാണ്, സൂര്യൻ. വിഷ്വലി ചലഞ്ചീവ് ആയിട്ടുള്ള പ്ലേസാണ്. 100 കണക്കിന് ഫോട്ടോ എടുത്തു വെച്ചാലും പിന്നെയും ഓരോരോ ഫ്രെയിം കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥലം. ഇനി നമുക്ക് നമ്മുടെ കൂടെ വന്നവരൊക്കെ ഫോട്ടോ ഇങ്ങനെ എടുത്ത് തകർത്ത് കൂട്ടുണ്ട്, പോസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ അടുത്ത ഒരു ഏരിയയിലേക്ക് പോവാണ്. അവിടെ നിന്നുള്ള ആംഗിൾ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് രസമുള്ള സ്ഥലമുണ്ട്. ഇവിടുത്തെ കല്ലിൻ്റെ ഇവിടെ ഇരിക്കാം, നല്ല രസമായിട്ടിരിക്കാം. ഭയങ്കര മനോഹരമാണത്. കണ്ടോ, ഇതിൻ്റെ ഫോർഗ്രൗണ്ടിൽ നോക്കിയാൽ അതിൻ്റെ ഒരു വേറെ ബ്യൂട്ടി വേറെയാണ്. കണ്ടോ, നൈസല്ലേ. നമ്മൾ അവിടെ ഇരുന്ന്
നമ്മൾ എടുക്കാനുള്ള എടുത്ത് അത് കഴിഞ്ഞ് ഇടയിൽ പിന്നെയും മുകളിലേക്ക് കയറാനുള്ള വഴികളൊക്കെ ഉണ്ട്. മനോഹരമാണ് ഇവിടുത്തെ അന്തരീക്ഷം. ക്ലൈമറ്റും വലിയ ചൂടെന്നുള്ള ക്ലൈമറ്റല്ല. മുംബൈയെ സംബന്ധിച്ചിടത്തോളം മുംബൈ അത്യാവശ്യം ചൂടുള്ള സ്ഥലമാണ്. എന്താ നൈസല്ലേ? അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ എന്നുണ്ട് നൈസല്ലേ? ഒരുത്തല്ല അവിടെ കിടന്ന് ഉറങ്ങുന്നതാണ്ടാ. എന്താ എന്നുണ്ട് നൈസല്ലേ? ഇപ്പം വീണേനെ കാലം തെന്നിയതാണ്. ഇപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കുകയാണെങ്കിൽ അവിടെ നിന്ന് കണ്ട വ്യൂവിൻ്റെ ഫീലല്ല, ഇവിടെ വേറൊരു ഫീലാണ്. അപ്പോൾ നമ്മൾ ഈ നടക്കുന്ന വഴികൾ കുറച്ച് പ്രശ്നമൊക്കെ ഉള്ള വഴികളായതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം തെന്നി വീണേനെ. അപ്പോൾ നമ്മൾ ഇച്ചിരി ജാഗ്രതയോടുകൂടി നടക്കുവാനായിട്ട് ഒന്ന് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ വെറുതെ നാളത്തെ പത്രത്തിലും മറ്റേ ഫേസ്ബുക്കിലൊക്കെ വരും, സിനിമാ സംവിധായകൻ ബ്ലോഗ് തുടങ്ങിയിട്ട് വെള്ളത്തിൽ ചാടി അവസാനിപ്പിച്ചു എന്നൊക്കെ വരും. എന്താ നൈസല്ലേ? നൈസല്ലേ പേടി? എന്താ കണ്ട മരങ്ങളുടെ ചില്ലയുടെ ഇടകയിലൂടെ ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്ന ബ്യൂട്ടി ഉണ്ടാവും. നൈസല്ലേ? അപ്പോൾ ഇനി അപ്പുറത്ത് കൂടെ എൻ്റെ ഇടയിലൊരു വഴിയുണ്ട്, അതിൽ കൂടെ വേണം പോകാനായിട്ട്. വേണം പോകാൻ, വീഴാതിരിക്കാനായിട്ട് ഒന്ന് മസലൊക്കെ പിടിച്ച് വേണം പോകാനായിട്ട്. അങ്ങനെ അടുത്ത വ്യൂ പോയിന്റിലേക്ക് എത്തി. ഇവിടെയൊക്കെ വന്നിട്ട് ചെറിയ അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി എടുത്താൽ കൊള്ളുന്നുണ്ട്. ബാക്കി വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് വെള്ളത്തിൽ കളയാൻ പറ്റില്ലല്ലോ ക്യാമറ. നോക്കട്ടെ. എന്താ രസം നോക്കി, നൈസല്ലേ? ഇനി അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ തെന്നി വീഴാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് അധികം പോകുന്നില്ല. പകരം നമ്മൾ ഈ ഏരിയയിൽ നമ്മൾ കാണാത്ത ബ്യൂട്ടി എത്രയുണ്ടെന്ന് നോക്കും. നൈസല്ലേ ബ്യൂട്ടി? നൈസല്ലേ? ഒരു ചെറിയ തുരുത്തിൻ്റെ ഈ ആംഗിളിൽ നമ്മുടെ പുൽത്തകിട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നൈസല്ലേ? പിന്നെ ഒരു സാധനം കാണിച്ചിട്ടെ, എങ്ങനെയുണ്ട് ഫ്രെയിം? എങ്ങനെയുണ്ട്? നൈസല്ലേ? അവിടെ ഒരാളെ ഇരുത്തിയിട്ട് ഒരു സൂം ലെൻസ് വെച്ചിട്ട് ടൈറ്റാനിക്കിൽ നിൽക്കുന്ന പോലെ ഇവിടെ നിന്ന് ഫോട്ടോ എടുത്ത് എങ്ങനെയുണ്ടാവും? നൈസല്ലേ? ഇനി ഇവിടെ നിന്ന് നമ്മുടെ അവിടെ ഒരു മലയുടെ ഒരു ഇത് കണ്ടില്ല നമ്മൾ, ആ കടകളൊക്കെ ഉള്ളത്, എങ്ങനെയുണ്ട്? ഒരു ഇന്ത്യയുടെ ബോർഡർ പോലെയല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഭാഗത്തുനിന്ന് ഒപ്പിയെടുക്കാവുന്ന ബ്യൂട്ടികളൊക്കെ നമ്മൾ ഒപ്പിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ പോവാണ്. ഒരു നൈസായിട്ടുള്ള സ്ഥലങ്ങൾ ഇനിയും കിട്ടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. കണ്ട് മടുക്കാൻ, കണ്ട് ആസ്വദിക്കാൻ, കണ്ട് പോകാൻ നമ്മൾക്ക് വീണ്ടും പുതിയൊരു ഡെസ്റ്റിനേഷൻ അന്വേഷിച്ച് നമ്മൾ പോകും. അതുവരെ
ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ബൈ.